അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുകയും ചെയ്യുന്നത്. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഇതൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. റവ ബിരിയാണി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിരിക്കണം. പിന്നെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അതൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിക്ക് ഞാൻ വലിയ ജീരകമാണ് കേട്ടോ ഇടുന്നത്. അതിന് ശേഷം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ആദ്യം ചെയ്യുന്നത് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ, കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനൊന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴത്തേനും വേപ്പില കരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ, ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ തന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് പൊടിയാണ് ഉള്ളത്. പച്ചമുളകും വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ മുളക് ആദ്യം ഇട്ടിക്കണമല്ലോ, പിന്നെ കൂടുതൽ എരിവൊന്നും വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഉള്ള സാധനം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ബിരിയാണി. അതിനുശേഷം ഞാനൊരു 1.5 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി. പിന്നെ 1.5 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഞാൻ ബിരിയാണിയിൽ അങ്ങനെ കൂട്ടലില്ല കേട്ടോ. എനിക്ക് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് ബിരിയാണിയിൽ ഇഷ്ടം. ഇതിങ്ങനെ എഗ്ഗിൻ്റെ ഒരു മസാല വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാനൊരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് സുർക്കിയും. എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തതുകൊണ്ടാണ്. തൈര് ഉണ്ടെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ വീട്ടിലുള്ള സാധനം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തേക്ക് ഉപ്പ്, പിന്നെ പട്ട, ഗ്രാമ്പു, കറാമ്പൂ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അരി അതിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചെറുനാരങ്ങ നീരും അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അരി ഇങ്ങനെ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ. അപ്പോൾ ഇതിന് ഞാൻ ഇപ്പുറത്ത് എഗ്ഗൊക്കെ പുഴുങ്ങിയെടുത്ത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ വന്ന് പിന്നെ വെന്ത് വന്നു. അതൊക്കെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ബീഫ് കൊണ്ടാണ് ബിരിയാണി വെക്കണമെങ്കിൽ ബീഫ് വേവിച്ച വെള്ളം ഈ ഒരു ചോറ് വേവിക്കണ വെള്ളത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വേവിച്ചതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടാകുമല്ലോ, ആ വെള്ളം ചോറ് വേവിക്കണ വെള്ളത്തേക്ക് അങ്ങനെ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. പുറത്തൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ട് നമ്മൾ നല്ല ബിരിയാണി അച്ചാറും ഒക്കെ, അച്ചാറിനാണ് കേട്ടോ ഉണ്ടാക്കിയത്, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയതൊന്നുമില്ല. അപ്പോൾ എഗ്ഗ് ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞല്ലോ. ബീഫിൻ്റെയും ചിക്കൻ്റെയൊക്കെ ഒരു കുറവുണ്ട്, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് ഉണ്ടായി.